ഹായ് ഓൾ, വെൽക്കം ടു റീൽ ടോക്സ് വിത്ത് അഖില. അജിത് വിനായക ഫിലിംസിന്റെ ബാനറിൽ താമർ കഥ എഴുതി സംവിധാനം ചെയ്തെത്തിയിരിക്കുന്ന പുതിയ സിനിമയാണ് സർക്കിട്ട്. ആസിഫ് അലി, ചൈൽഡ് ആർട്ടിസ്റ്റായ ഓർഹാൻ എന്നിവർ പ്രധാന വേഷങ്ങളിൽ എത്തുന്ന സിനിമയിൽ ദീപക് പറമ്പൽ, ദിവ്യപ്രഭ, പ്രശാന്ത് അലക്സാണ്ടർ എന്നിവർ മറ്റു വേഷങ്ങളിൽ എത്തുന്നു. കഥ നടക്കുന്നത് UAE പശ്ചാത്തലത്തിലാണ്. UAEയിലെ എമിറേറ്റുകളായ റാസൽ കൈമ, ഫുജേറ, ഷാർജ എന്നിവയൊക്കെയാണ് കൂടുതലായിട്ട് ഇതിൽ കാണാൻ സാധിക്കുന്നത്. സാധാരണ UAE സിനിമകളിൽ സ്ഥിരം മുഖമായ RJ മിഥുനെ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നില്ലെങ്കിലും UAEയിലുള്ളവർക്ക് അധികം ഫെമിലിയർ ആയിട്ടുള്ള RJ തൻവീറും RJ മായയും ഒക്കെ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സിനിമ ശരിക്കും പാരലലി രണ്ട് കഥകൾ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ADHD സിംറ്റംസ് ഉള്ള ഒരു കുട്ടിയും ആ കുട്ടിയുടെ ഫാമിലിയിലെ സ്ട്രഗിൾസും അല്ലെങ്കിൽ പാരന്റ്സ് അനുഭവിക്കുന്ന സ്ട്രഗിൾസും അതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഒരു സൈഡിൽ കഥ പോകുന്നത്. അതിന്റെ കൂടെ തന്നെ ആസിഫ് അലി അവതരിപ്പിക്കുന്ന അമീർ എന്ന കഥാപാത്രം പ്രവാസ ലോകത്തേക്ക് ജോലി അന്വേഷിച്ചിരുന്ന ഒരു സാധാരണ ഒരു ചെറുപ്പക്കാരൻ, ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നതും അതിന്റെ സ്ട്രഗിൾസും എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് കുറെ കഷ്ടപ്പെടുന്നതും അങ്ങനെ അതിനിടയിൽ എന്ത് ജോലി എടുക്കാനും കാണിക്കുന്ന മനസ്സ്, അങ്ങനെ കുറെ സ്ട്രഗിൾസും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. ഒരുപക്ഷെ UAEയിൽ അല്ലെങ്കിൽ ഇങ്ങനെ പ്രവാസ ലോകത്ത് താമസിക്കുന്ന പലർക്കും പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് ആസിഫ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ജോലി അന്വേഷിച്ച് വരുന്നവരായാലും അല്ലെന്നുണ്ടെങ്കിൽ ഷെയറിംഗിൽ ബെഡ് സ്പേസിൽ താമസിക്കുന്നവർക്കായാലും അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ പെട്ടെന്ന് ഇമോഷണലി ആയാലും മൊത്തത്തിൽ കണക്ട് ചെയ്യാവുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ് ആസിഫിൻ്റെത്. അത് ആസിഫ് വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഇമോഷൻസ് ആയാലും എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ അത് വന്നിട്ടുണ്ട്. ശരിക്കും ഇത് ആസിഫിന് വേണ്ടിയുള്ള സിനിമയാണെന്ന് തന്നെ നമുക്ക് തോന്നും. ഒരു ബോയ് നെക്സ്റ്റ് ഡോർ നമുക്ക് തോന്നുന്ന ആ ഒരു ഫീലുള്ള ഫേസ് ആണ് ശരിക്കും ആസിഫിൻ്റെത്. അങ്ങനെ ഒരു റോളാണ് ഇതും. അത് ആസിഫ് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആസിഫിനെ അല്ലാണ്ട് വേറൊരാളെ ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത അത്ര പെർഫെക്റ്റ് ആയിട്ട്, അത്ര നാച്ചുറൽ ആയിട്ടാണ് ആസിഫ് ആ റോള് ചെയ്തിരിക്കുന്നത്. ഓരോ ഇമോഷൻസ് ആയാലും ഓരോ ഡയലോഗ്സ് ആയാലും ലൈക്ക് സ്റ്റിൽ ചില നോട്ടങ്ങളായാൽ പോലും അല്ലെങ്കിൽ ഒരു പുഞ്ചിരി ആയാൽ പോലും തരുന്നത് അത്ര നാച്ചുറൽ ആയിട്ട് ആസിഫ് ഇത് ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ആസിഫിന്റെ ഏറ്റവും നല്ലൊരു സ്ക്രിപ്റ്റ് സെലക്ഷന്റെ ഒരു ടൈമാണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം. നമ്മളിപ്പോ റീസെന്റ് കണ്ട രേഖാചിത്രത്തിലായാലും അല്ലെങ്കിൽ കിഷ്കിന്ധാകാന്ഡമായാലും അതേപോലെ തന്നെ ആ ഒരു റേഞ്ചിൽ തന്നെ നിൽക്കുന്ന സിനിമയും പെർഫോമൻസും ആണ് ആസിഫിന്റെ ഇതില്. അത്ര സ്ക്രിപ്റ്റ് സെലക്ഷൻ ഒക്കെ ആസിഫിന് ആപ്റ്റ് ആയിട്ടുള്ള റോളുകൾ നല്ലോണം ഇപ്പൊ സെലക്ട് ചെയ്യുന്ന ഉള്ള പോലെയാണ് തോന്നുന്നത്. ആസിഫിനെ പറ്റി പറയുന്ന പോലെ തന്നെ അത്ര ഗംഭീര പെർഫോമൻസ് ചെയ്ത ആളാണ് ചൈൽഡ് ആർട്ടിസ്റ്റ് ആയ ഓർഹാൻ. ജപ്പു എന്ന ഒർഹാന്റെ ക്യാരക്ടർ, ജപ്പു എന്ന ക്യാരക്ടർ എന്താണോ ആവശ്യപ്പെടുന്നത് അത് അതേ സ്കെയിലില് നല്ല പെർഫെക്റ്റ് ആയിട്ട് തരാൻ ആ കുട്ടിക്ക് സാധിച്ചിട്ടുണ്ട്. അവന്റെ വാശികളായാലും അവന്റെ കുറച്ച് കുറച്ച് ശാഠ്യങ്ങളും കുസൃതിയും വർത്താനവും ഒക്കെ ഭയങ്കര നല്ല ഭംഗിയായിട്ട് തന്നെ അവൻ അവതരിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ പാരലായിട്ട് പോകുന്ന രണ്ട് കഥയിലെ കഥാപാത്രങ്ങൾ, ആസിഫ് അവതരിപ്പിക്കുന്ന അമീർ എന്ന കഥാപാത്രവും ഒർഹാൻ അവതരിപ്പിക്കുന്ന ജപ്പു എന്ന കഥാപാത്രവും യാദൃശികമായ ഒരു രാത്രി കണ്ടുമുട്ടുന്നതും അവിടെ നിന്ന് അങ്ങോട്ടുള്ള അവരുടെ യാത്ര, അങ്ങോട്ടുള്ള യാത്ര എന്ന് വെച്ചാൽ ഒരു വൺ നൈറ്റ് യാത്ര, ആ ഒരു സർക്കിട്ട്, അതാണ് ഈ സിനിമ. ഈ ഒരു യാത്രയിലുള്ള അവരുടെ രണ്ടുപേരുടെയും ഇമോഷണൽ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ്സ് ആയാലും അവരുടെ തോട്ട്സ് ആയാലും ഒക്കെ പ്രേക്ഷകർക്കും അതുപോലെ ഇമോഷണലി കണക്ട് ആവുന്ന രീതിയിൽ തന്നെയാണ് സിനിമ പോകുന്നത്. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത് ഗോവിന്ദ് വസന്തയാണ്. ഈ സിനിമയ്ക്ക് അല്ലെങ്കിൽ ഈ സിനിമയുടെ ഇമോഷൻസിന് അത്ര ലൈഫ് നൽകാൻ ഗോവിന്ദ് വസന്തയുടെ മ്യൂസിക് നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഭയങ്കര സ്പീഡിൽ പോകുന്ന ഒരു മൂവിയൊന്നും അല്ല. ഒരു സ്ലോ പേസിൽ പോകുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മൂവിയാണ്. ഇതിന്റെ എഡിറ്റിംഗ് ചെയ്തേക്കുന്നത് നമ്മുടെ അമൽ ഡേവിസ്, സംഗീത് പ്രതാപ് ആണ് ഇതിന്റെ എഡിറ്റർ. ഈ സിനിമ എന്താണോ ആവശ്യപ്പെടുന്നത് അതിന്റെ ആ ഒരു പേസിൽ തന്നെയാണ് ഇത് പോകുന്നത്. അത് സംഗീത് അത് നല്ലോണം ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് സർക്കിട്ട്. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഫീൽ ഗുഡ് ഫാമിലി മൂവി. ഭയങ്കര പ്യുവർ ആയിട്ടുള്ള സ്നേഹവും ഇമോഷൻസും ഒക്കെ കൂടി ഇടചേർന്നിട്ടുള്ള ഒരു സിനിമയാണ്. ഫാമിലി ആയിട്ട് കുട്ടികളൊക്കെ ആയിട്ട് പോയി കാണാൻ പറ്റുന്ന, കാണുമ്പോൾ നമുക്ക് കണ്ണും മനസ്സും നിറഞ്ഞിറങ്ങാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് സർക്കിട്ട്. ക്ലൈമാക്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും കാണുന്ന നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്ന രീതിയിലുള്ള ക്ലൈമാക്സ് തന്നെയാണ്. സർക്കിട്ട് എന്റെ പേഴ്സണൽ ഫേവറേറ്റ്സിലുള്ള ഒരു മൂവി തന്നെയായിരിക്കും. അടുത്തൊരു സിനിമ വിശേഷവുമായി വീണ്ടും കാണാം. ടിൽ ദെൻ സൈനിങ് ഓഫ്. താങ്ക് യു.